കേരളത്തിൽ എൻ.ഡി.എയുടെ വോട്ട് വിഹിതം എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? ഏതെങ്കിലും തരത്തിൽ എൻ.ഡി.എക്ക് വോട്ട് ചോർച്ചയുണ്ടായാൽ അത് ഏത് മുന്നണിയെ സഹായിക്കുമെന്നുള്ളതാണ്. ഒരു കാര്യം ആമുഖമായി പറയട്ടെ, നമ്മൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ 2026 നടക്കാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലപരിധി നിശ്ചയിച്ചാൽ ഈ ഗ്രാഫ് വളരെ മനോഹരമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് നൽകുന്നുണ്ട്. അതായത് 2016 പിണറായി സർക്കാർ അധികാരമേൽക്കുന്നത് മുതൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP വളർച്ച നേരിട്ടിട്ടുണ്ടോ, NDA വളർച്ച നേരിട്ടിട്ടുണ്ടോ, BDJS അടക്കമുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് എത്രമാത്രം ഫലം കണ്ടു എന്നുള്ളതാണ് ചോദ്യം. ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ BJP കാര്യമായ വളർച്ച നേടിയിട്ടില്ലാത്തൊരു സംസ്ഥാനമുണ്ടെങ്കിൽ ആ സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് ഈ ഗ്രാഫ് പറയുന്നത്. നോക്കൂ, 2016 നിൽക്കുന്നത് BJPയുടെ പൊസിഷൻ നോക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പൊസിഷൻ നോക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇത് രണ്ടും നിൽക്കുന്നത് എവിടെയാണ്? ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, ഒരു പാരലൽ ലൈന് സമാനമായ അവസ്ഥയിലാണ്. 2016 അല്പം കൂടി കുറഞ്ഞാണ് 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ പിണറായി സർക്കാരിന്റെ 10 വർഷം BJP കാര്യമായ വളർച്ച നേടിയിട്ടില്ല എന്നുള്ളതാണ് പൊളിറ്റിക്കൽ മെസ്സേജ്. എക്സെപ്റ്റ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ചലനം, മോദിയുടെ 3ാമത്തെ ഊഴം, അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് ഒഴിച്ചു നിർത്തിയാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ BJP കാര്യമായ ചലനം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. നമ്മളൊന്ന് കൃത്യമായി പരിശോധിച്ചാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14.93% NDAയുടെ വോട്ട് ഷെയർ. അത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ നോക്കൂ, 14.71%, 14.93%. പിണറായി വിജയൻ അധികാരത്തിലേറുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ വോട്ട് ഷെയർ. പിണറായി വിജയൻ സ്ഥാനമൊഴിയുന്ന 2ാം പിണറായി സർക്കാർ കാലാവധി അവസാനിപ്പിക്കുമ്പോൾ 14.71%. നോക്കൂ, അവിടെ NDAക്ക് കാര്യമായ വർധന ഉണ്ടാക്കാനേ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് പോയിന്റ് നമ്പർ 1. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 15.64%, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15%, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12.47%. നോക്കൂ, പിണറായി വിജയന്റെ ആദ്യത്തെ നിയമസഭാ കാലയളവിൽ 14% നിന്ന് 12.47%ത്തിലേക്കാണ് NDAയുടെ വോട്ട് ഷെയർ കുറഞ്ഞത്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ മറ്റു പല കാരണങ്ങൾ കൊണ്ടും, സുരേഷ് ഗോപി അടക്കം തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുന്ന സാഹചര്യത്തിൽ 19.4%, പക്ഷേ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14.71% മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ NDA കാര്യമായ വോട്ട് വർധന ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്.